അങ്ങയുടെ കൃപയിലപ്പ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ നേരത്തെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധനെ അപ്പ അങ്ങ് അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പനേരം അപ്പാഹാളിൽ നിന്റെ സന്നിധിയിൽ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ, കർത്താവെ ആത്മാവിൽ നിന്ന് പ്രാപിക്കുവാൻ പരിശുദ്ധനെ അപ്പ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരിതമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ബലവും ശക്തി പകരണമേ. പുതിയൊരു വർഷത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സജ്ജമാക്കണമേ. അപ്പൊ അങ്ങയുടെ വരവ് കർത്താവെ എപ്പോഴൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഒരു വർഷം ഞങ്ങളുടെ ആയുസ്സിൽ തീരുമ്പോഴും കർത്താവെ നിന്റെ വരവിനോട് ഞങ്ങൾ ഏറ്റവും അടുക്കുന്നു. കർത്താവെ അപ്പൊ അങ്ങയുടെ വലിയ കൃപയിൽ അപ്പ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധനാമം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കർത്താവ് നമ്മളെ അടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദിയോടെ നമ്മളായിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം എത്രയോ അതിശയകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തന്നിരിക്കുന്നു. ഏതൊക്കെയോ വഴിയിലൂടെ കർത്താവ് നമ്മളെ നടത്തിയിരിക്കുന്നു. കർത്താവ് നമ്മൾ ചോദിക്കുന്നതിനും നമ്മൾ ആഗ്രഹിച്ചതിനൊക്കെ അപ്പുറമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ചെയ്തു തന്നുവല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദിയോടെ നമുക്ക് ഇന്ന് പകൽ നേരം നമുക്കായിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്ന് പകൽ നേരം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്കിന്ന് അല്പനേരം നമുക്ക് ചിന്തിക്കുവാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പ് വചനത്തിലാണ്. മാറ്റമില്ലാത്ത വചനത്തിലാണ് കർത്താവ് നമ്മളെ സ്തോത്രം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എന്ന് പറയുന്നത് അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന അനേകർ ആ ആശ്വാസം കൈവരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ സുദുപവാസ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ദൈവസന്നിധി നമുക്ക് അല്പനേരം സ്തോത്രം പ്രാർത്ഥിച്ചു. നമുക്ക് അല്പനേരം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമ്മളുടെ ഇന്ന് പകൽ നേരത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എടുത്ത വ്യക്തിക്കും വായിക്കാവുന്നതാണ്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം താഴ്ത്തപ്പെടും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലേക്ക് നാഴികളിലേക്ക് അടുത്തു വരുമ്പോൾ തന്റെ ശുശ്രൂഷ ഉടനീളം ദൈവജനത്തിന് ആശ്വാസമായി പിതാവിന്റെ വചനങ്ങളെ ജനത്തോട് അറിയിക്കുമ്പോൾ രോഗികൾ അവിടെ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, അതിശയ വീര്യപ്രവർത്തികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറുവശത്ത് തന്റെ നേർക്ക് പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സ്തോത്ര സമൂഹത്തെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ കാണുന്നത് സ്തോത്രം തുടർമാനമായിട്ട് പൗരോഹിത്യ മേധാവിത്വത്തിന് നേരെ, പരീശന്മാർക്ക് നേരെ അവിടെ ശക്തമായിട്ട് കർത്താവ് തന്റെ നിലപാട് ഉറപ്പിക്കുന്നതാണ് അവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനം വെളിപ്പെടുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാതെ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുകയും എന്നാൽ അത് ആചരിക്കാതിരിക്കുകയും ചെയ്യുന്ന പുരോഹിത വർഗത്തെ നോക്കിക്കൊണ്ട് ശക്തിയുക്തം എതിർക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവിനെ അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ പ്രവർത്തികളിൽ ഒരിക്കലും കർത്താവിനെ അനുസരിക്കുന്നതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ മാർഗനിർദ്ദേശം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ മാർഗങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം കൊടുക്കുന്ന പുരോഹിത ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയല്ലാതിരിക്കുന്നു എന്നുള്ളൊരു വലിയ വിഷയം കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് പകൽ നേരം ആരാധിക്കാൻ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എല്ലാത്തിനെയും എല്ലാ പ്രശ്നത്തെയും സ്തോത്രം അതിനെ ലഘൂകരിച്ച് കാണുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു നിസ്സംഗത പുലർത്തുന്നവനല്ല നമ്മുടെ ദൈവം. കർത്താവിന് വ്യക്തമായ നിലപാടുകളും പദ്ധതികളുമുണ്ട്. നമ്മൾ അത് തിരിച്ചറിയണം. ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ മേഖലകളെ കർത്താവ് നോക്കി ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാണ്.
ഇന്ന് പകർന്നേരം നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുന്ന പ്രകാരം നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ അവിടെ വരുമ്പോൾ, ഹല്ലേലൂയ, 12-ാം വാക്യം വായിക്കുമ്പോൾ, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ശ്രദ്ധിക്കണം, തന്നെത്താൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന, പ്രയത്നിക്കുന്ന എല്ലാവരും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അടുത്തത്, കർത്താവായ യേശു ക്രിസ്തു സകല മഹത്വവും വിട്ട് മരണത്തോളം താഴ്ച വന്നവനായി തീർന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം സകല നാമങ്ങൾക്കും മേലായ നാമമാക്കി. കർത്താവായ യേശു ക്രിസ്തു മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യരായി തീർന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു അത് തന്നെത്താൻ താഴ്ത്തപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കണം. ആമേൻ. തന്നെത്താൻ താഴ്ത്തപ്പെട്ടവനാണ്. അപ്പോൾ പുരോഹിത വൃന്ദത്തോട് സംസാരിക്കുന്ന കർത്താവ് ആരാണ്? ദൈവമായിരിക്കെ താൻ സകല മഹത്വങ്ങളും വിട്ട് ദാസരൂപമെടുത്ത് മനുഷ്യരൂപത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടവനാകുന്ന കർത്താവ് പൗരോഹിത്യ മേധാവികളോട് പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ തന്നെത്താൻ താഴ്ത്തപ്പെട്ടു. മരണത്തോടെ താൻ അനുസരണയുള്ളവനായി തീരുവാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെ കർത്താവ് സകല പദ്ധതികളെയും നിവർത്തിക്കേണ്ടതിന്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടതിനാണ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നത്. ആമേൻ. ഏത് വചനം പറഞ്ഞാലും സുവിശേഷം പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തു താഴ്ച വന്നവനായി തീർന്നു നമുക്ക് വേണ്ടി. നമ്മുടെ മാതൃക ആ പാസ്റ്ററോ ഈ പാസ്റ്ററോ ആ സുവിശേഷകനോ ഈ സുവിശേഷകനൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും നല്ല മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും, എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഇതിനെല്ലാം ഒരു ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു ദിവസമുണ്ട്. നാം എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഇതൊക്കെ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലാക്കണം. ഇത് മറന്നുപോയിട്ടല്ല നമ്മൾ ദൈവവേല ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ ഈ ചെയ്യുന്നതിന്റെയൊക്കെ പ്രതിഫലം മേടിക്കുന്ന ഒരു ദിവസമുണ്ട്. നന്മയായാലും തിന്മയായാലും ഇത് മേടിക്കുന്ന ഒരു ദിവസമുണ്ട്. പൗരോഹിത്യ വൃന്ദത്തിന് നേരെ കർത്താവിന്റെ വിരൽ ചൂണ്ടി അവരോട് പറയുന്ന കാര്യമാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. മനസ്സിലാക്കണം. ആ വലിയ പദ്ധതി നമ്മൾ ഗ്രഹിക്കണം. ഇത് ആരുടെ തിയറിയാ? ഇത് ദൈവത്തിന്റെ തിയറിയാണത്. ആമേൻ. ഇന്ന് നമ്മുടെ ആത്മീക ഗോളം നോക്കുമ്പോൾ ഉയരാനുള്ള വഴികളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും, അല്ലേ? ഉയരാനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഏതൊക്കെ വഴികളിൽ ഉയരാനുള്ള സാധ്യതയുണ്ടോ അതെല്ലാം വഴി ഏതൊക്കെ പണി കാണിച്ച് ആരെയൊക്കെ തകർത്ത് എന്തൊക്കെ നശിപ്പിച്ചിട്ടായാലും സ്ഥാനമാനങ്ങളിലേക്ക് വലിഞ്ഞു കയറുന്നവരുടെ ലിസ്റ്റ് ഇന്ന് വളരെ വലുതാണ്. വിശേഷിച്ച് ആത്മീയ ഗോളത്തിൽ ഇന്നത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ കർത്താവിന് ഇതിനോടുള്ള ഒരു മനോഭാവം നമ്മൾ നോക്കാം. നമ്മൾ ഈ നല്ലതാണെന്ന് പറയുന്ന പല സംഘടനകളും പല ശുശ്രൂഷകരും പല ദൈവദാസന്മാരും നമ്മൾ പറയുന്ന പല പാസ്റ്റർമാരും ദൈവസന്നിധിയിൽ ചെന്നാൽ എന്തായി തീരുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാര്യം നമ്മുടെ കർത്താവിന് മാറ്റമൊന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. അവൻ മരണത്തെ ജയിച്ചത് പിതാവിന്റെ വലതുഭാഗത്ത് ദൈവരൂപത്തിലിരിക്കുകയാണ്. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഇന്ന് വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും പിതാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യും. പിതാവിന് പ്രസാദകരമായ കാര്യം നമ്മൾ ഗ്രഹിച്ച് അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യേണ്ടതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ദൈവരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ അവനിൽ വിരിയുന്ന പരിശുദ്ധാത്മാവിനെ, പിതാവിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ഒറ്റ ഉദ്ദേശമുള്ളൂ, യേശു ക്രിസ്തുവിന്റെ മഹത്വം കൊടുക്കുക, യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുക. ഇതിനായിട്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് മരണനാശങ്ങളെ അഴിച്ച് നമ്മുടെ പാപബോധങ്ങളിൽ നിന്ന് ഹല്ലേലൂയ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ദൈവാത്മാവിന്റെ കൃപയിൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഇന്ന് പകൽ നേരം നടത്തപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വചനങ്ങളെ നമുക്കൊന്ന് ശ്രവിക്കാം. എന്താണ് നമ്മുടെ കർത്താവിന്റെ പദ്ധതി, കർത്താവിന്റെ ആലോചന? നമുക്കൊന്ന് സ്വന്തം നോക്കാം. 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ.
അനന്തരം യേശു പുരുഷാരത്തോടും ആ തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും ആ മോശയുടെ പീഠത്തിൽ ആ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും ആ പ്രമാണിച്ചു ചെയ്യുവിൻ. നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ആ ചെയ്യരുത് താനും. അതായത് ഇവിടെ മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തു ഇവിടെ നേരിട്ട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. മോശയുടെ പീഠത്തിൽ നിന്ന് അല്ല, പീഠത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്കറിയാം. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ആരാധനയും അതിന്റെ ന്യായാധിപത്യ സംഘത്തെയും അതിന്റെ അവരുടെ അധികാരത്തെയൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മം പഠിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന സ്തോത്രം ആരോടാ? ശാസ്ത്രിമാരോടും പരീശന്മാരോടും, അല്ലേ? അപ്പൊ പരീശന്മാരെയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും രണ്ടുപേരും രണ്ട് വിധത്തിൽ, ഒരു കൂട്ടർ ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ട്, നിത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മറുവശത്ത് അവർ പരിശുദ്ധാത്മാവിനെയോ ദൈവത്തിന്റെ ആത്മാവിനെയോ വിശ്വസിക്കാത്തവർ, ആത്മീക മണ്ഡലത്തെ ഉൾക്കൊള്ളാത്തവർ, അങ്ങനെ പല തരത്തിലുള്ളവരാണ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിയെ രണ്ട് തലത്തിൽ ഇവരെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണെന്നറിയാവോ? സ്തോത്രം, താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും തന്റെ കയ്യാൽ നടത്തപ്പെടുമ്പോൾ താൻ മശികയാണെന്ന് സകല യഹൂദന്മാർക്കും മനസ്സിലാകത്തക്ക നിലവാരത്തിലായിരുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളായിരുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അല്ലെ? ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ. ആ ഇവിടെ മുതൽ ശ്രദ്ധിക്കണം, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും ശ്രദ്ധിക്കണം. ആ ഉപദേശമെല്ലാം നമ്മൾ അനുസരിച്ചോണം. ഉപദേശിക്കുന്നവന്റെ ജീവിതത്തെ നോക്കുകയും ചെയ്യരുത്. നമ്മൾ ഇതിന് കട്ടൻട്രി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറൊരു വാക്ക് നമുക്കതിന്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് വായിച്ചാലോ? 28:19 ഒന്ന് വായിച്ചേ. മത്തായി 28:19 നോക്കിയേ, അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഗ്രേറ്റ് കമ്മീഷനായിട്ട് കണക്ട് ചെയ്തോണം. കാര്യം അതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്നാന്ന് നോക്കാം. ഇനി 28:19 വായിച്ചേ. സ്നാനം കഴിപ്പിച്ചു. ശ്രദ്ധിച്ച എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം. അപ്പൊ ആദ്യം പ്രമാണിക്കണം, പിന്നീട് ഉപദേശിക്കണം. ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ ഇല്ലാത്തത് ഉപദേശിക്കരുത്. എന്തുകൊണ്ടാ പല പാസ്റ്റർമാർക്ക് ഉപദേശം ഇല്ലാത്തെന്ന് പറയാം? ജീവിതത്തിലില്ല. ജീവിതത്തിൽ ഉപദേശം ഉള്ളവന് മാത്രമാണ് ജീവിതം ഉള്ളവന് ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കാലഘട്ടത്തെ പോലെ ഇന്നും ചിലർ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഒരു ദിവസം ലാസറിന്റെ വീട്ടിൽ ചെന്ന് സ്വച്ഛജനവാസി തൈലം എടുത്ത് കർത്താവിന്റെ ശരീരത്തൊഴിച്ച് ഹല്ലേലൂയ മറിയ തന്റെ മുടി കൊണ്ട് അതിനെ തുടക്കുകയെല്ലാം ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്ര വിലയേറിയ തൈലം എന്തിനാ ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ച് കളഞ്ഞ, ഇവിടെ അനേകം ദരിദ്രരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവിടെ ഹല്ലേലൂയ ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? അവൻ ദരിദ്രരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ട് എഴുതിയതല്ല, അവൻ കള്ളനാകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയാം, സഭയ്ക്കകത്ത് ഉപദേശം കൊടുക്കുന്നിടത്ത് പലരും ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ സമൂഹത്തില് സാമ്പത്തികമായ ഭാരം അനുഭവിക്കുന്നവരുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഉപദേശം പറയാതെ ഓടിക്കുന്ന ഒത്തിരി കള്ളന്മാർ ആത്മീയകോളത്തിലുണ്ട്, അല്ലേ? സാമ്പത്തിക വിഷയം പറയുക, അല്ലെങ്കിൽ അതിന്റെ ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് പറയേണ്ടത് പറയാതെ. ഇന്ന് ഒത്തിരി പാസ്റ്റർമാര് വേറെ കുറെ പേര് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് നടക്കുക, ദാരിദ്ര്യം പറഞ്ഞ് ഇമോഷണൽ ആക്കുക, സത്യം പറയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഈ കർത്താവിന്റെ മുമ്പിൽ പോയാൽ നീ എടുത്തതെല്ലാം വലിച്ചു കയറിയിടും. നിന്റെ കൂടെ നിൽക്കാൻ യൂദായും കാണും. മനസ്സിലായോ? നിന്റെ കൂടെ നിൽക്കാൻ യൂദായും കാണും. ഈസ്തരിയോത്ത യൂദായിങ്ങനെ. കാരണം എന്നാ? അവൻ കള്ളനാണ്. അവൻ പറഞ്ഞത് എന്നാന്നറിയാവോ? അവൻ പറഞ്ഞതാണെങ്കിൽ ഇത്ര വലിയ ധനം ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കത്തില്ലേ? യൂദായുടെ ചോദ്യമുണ്ട്, ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ നീ ചാകൂലോ പോയി?
കാര്യം നിന്റെ കയ്യിലേക്ക് ഒരു നാണയം വരുന്നില്ല. പിന്നെ നീ എന്തിനാ ഈ ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞ്? കാര്യം ദാരിദ്ര്യം പറഞ്ഞാലേ അവന്റെ ഈശ പണം വീഴത്തുള്ളൂ. ഒരു കാര്യം പറയാം, പലരുടെ ഇല്ലായ്മ മുതലെടുത്തുകൊണ്ട് പലതും മേടിച്ചു കൂട്ടുന്നതൊക്കെയും ദൈവസന്നിധി നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉള്ളത് മതി എന്ന് വെക്കാനൊക്കെ തീരുമാനിക്കണം. ഹല്ലേലൂയ. സ്വതന്ത്രം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പോയ ഒരു വലിയൊരു പ്രശ്നം അതാണ്. ഇതൊന്നും പറയാൻ പാടില്ല. സത്യം പറയുന്നവനൊക്കെ ഔട്ടാ. സത്യം പറയുന്നവൻ ഇവിടെ ഔട്ടാ. അവനെ മാനിക്കുന്ന ഒരു സമയമുണ്ട് സ്വർഗം. മനസ്സിലായോ? ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കുമ്പോ യൂദായും അവന്റെ കസേര അവിടെ കാണില്ല. അവരിരുന്നോണ്ടിരുന്ന കൊരണ്ടിപ്പനി പട്ടിക്കൂടിന്റെ അപ്പുറത്ത് കിടക്കും. അല്ലേ? ഹല്ലേലൂയ. വായിച്ചേ, ഭാഗം വായിച്ചേ. സകല അപ്പൊ ഉപദേശിച്ചുകൊണ്ട് ആദ്യം എന്താ ചെയ്യണം? അത് പ്രമാണിക്കണം, എന്നിട്ട് ഉപദേശിക്കണം. കർത്താവിന്റെ ഉപദേശങ്ങൾ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും എല്ലാം കിടപ്പുണ്ട്. അവിടെ എല്ലാം കിടക്കുന്ന സഭ അനുഷ്ഠിക്കേണ്ട ഉപദേശങ്ങൾ കൃത്യം കിടപ്പുണ്ട്. അതെല്ലാം അനുഷ്ഠിക്കാറുണ്ടോ? അനുസരിക്കാറുണ്ടോ? സത്യം പറയാൻ മുടി നരയ്ക്കണമെന്നില്ല, വടി പിടിക്കണമെന്നില്ല, ചെരിപ്പിടാതെ നടക്കണമെന്നൊന്നുമില്ല. നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് സത്യം ഗ്രഹിച്ചു വേണം നിൽക്കുവാനായിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ആദ്യം പ്രമാണിക്കണം, എന്നിട്ട് ഉപദേശിക്കണം. ആദ്യം പ്രമാണിക്കണം, ആദ്യം ജീവിതത്തിൽ വേണം, എന്നിട്ടാണ് ഉപദേശിക്കേണ്ടത്. ശ്രദ്ധിക്കണേ. എന്നാൽ ഇവിടെ നമ്മൾ പുരോഹിതന്മാരുടെ കാര്യം നമ്മൾ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ കാണുന്നത് എന്താ? അവിടെ കർത്താവ് പറയുന്നതാണ്, അവരുടെ ഉപദേശം എല്ലാം കേട്ടോ, അവർ ആ ഉപദേശം ചെയ്യുന്ന പോലെ ചെയ്യരുത്. സഹോദരനെ സ്നേഹിക്കണമെന്ന് അവര് പറയും, അവര് സ്നേഹിക്കത്തില്ല. നിങ്ങൾ ഭിന്നത ഉണ്ടാക്കരുത് പറയും, ഇവര് ഭിന്നിപ്പിക്കാൻ ഇറങ്ങും. അത് നിങ്ങൾ ശണ്ട ഉണ്ടാക്കരുത് പറയും, ഇവര് ശണ്ടയ്ക്ക് ആദ്യം വടിയായിട്ട് ഇറങ്ങി നിൽക്കും. അത് നിങ്ങളുടെ ഇടയിൽ യാതൊരു വേർതിരിവും കാണിക്കത്തില്ല. ഇവൻ കളറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വേർതിരിവ് കാണിക്കാൻ ആദ്യം നിൽക്കുന്ന ഇവനായിരിക്കും. കർത്താവിന് അറിയാമെന്ന് ഇങ്ങനെയുള്ളവനൊക്കെ വരുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. അവൻ നിങ്ങളോട് പറയുന്നതൊക്കെയും അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. സ്തോത്രം. അവരുടെ പ്രവർത്തികൾ പോലെ വായിച്ചോ. പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പറയുന്നവർ ചെയ്യാത്തവർക്ക് ശുശ്രൂഷ ഉണ്ടാകും. പറയുന്നവർ ചെയ്യാത്തവർക്ക് സ്റ്റേജുകൾ കിട്ടും. അവരെ ഇൻവൈറ്റ് ചെയ്യും. കാരണം എന്നാ? വിളിക്കുന്നവനും ഇതേ രോഗമുള്ളവനാ. മനസ്സിലാകുന്നുണ്ടോ? ആരെയാ വിളിക്കാത്തതെന്നറിയാവോ? അനുഷ്ഠിക്കുന്നവനെ വിളിക്കത്തില്ല, ഉപദേശം അനുസരിക്കുന്നവനെ വിളിക്കത്തില്ല. അപ്പൊ എല്ലാരും അങ്ങനെയാണോ? എല്ലാരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ 23-ാം അധ്യായത്തിൽ കാണുന്ന പരീശന്മാരും സാധുക്യരെല്ലാം നോക്കുമ്പോ അവിടെ കാണുന്നത് എന്താണെന്ന്, ശാസ്ത്രിമാരെയും പരീശന്മാരെയും എല്ലാം നോക്കുമ്പോ അവരങ്ങനെയാ. ആ നമ്മുടെ പെന്തക്കോസിന്റെ അകത്തും കുറെ പരീശന്മാരും ശാസ്ത്രിമാരും ഉണ്ട്. ഹല്ലേലൂയ. അവർ ദൈവപ്രവൃത്തിക്ക് കീഴ്പ്പെടുന്ന സ്വഭാവമല്ല. അവർക്ക് പലതും പ്രസംഗിക്കുന്ന ജീവിതത്തിലില്ല. ഹല്ലേലൂയ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഞങ്ങളെ ഒടുക്കത്തവരെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. സ്വന്തം ഞങ്ങൾ ഒടുക്കത്തവരെ പോലെ നിർത്തിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു എന്ന്. കാരണം എന്നാന്നറിയാവോ? ഹല്ലേലൂയ. സകലരുടെ മുമ്പാകെ മാതൃകയ്ക്ക് നിർത്തിയിരിക്കുക. ഈ പോക്ക് കൊണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു തീർന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷെ ഈ വിളിയില്ലാത്തവൻ ഇതിൻ്റെ അകത്ത് സന്തോഷിച്ച് ഉല്ലസിച്ച് മതി മറന്ന് മുമ്പോട്ട് പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ദൈവവേല എല്ലാവർക്കും പറ്റിയ പണിയല്ല. ആമേൻ. എന്നാൽ വിളിയില്ലാത്തവനും ഇന്ന് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ കാരണം? ബുദ്ധി കൊണ്ട് 4 വാക്ക് പറഞ്ഞ് ജനത്തെ എല്ലാം ആത്മാവില്ലാത്തവരാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എടുത്ത് കിടപ്പുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. ശ്രദ്ധിക്കണ. അവർ കനമുള്ള ചുമടുകളെ കെട്ടി നമ്മുടെ എല്ലാം തോളി വെച്ചിട്ടുണ്ട്. വെച്ചോ. ശ്രദ്ധിക്കണേ. ഗ്രേറ്റ് കമ്മീഷന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യം പ്രമാണിക്കണം, എന്നിട്ട് ഉപദേശിക്കണം. ഇവിടെ കർത്താവ് ഇതിനു നേരെ പറയുന്ന വിഷയം കേട്ടോ. ഇവിടെ പറയുന്നത് എന്താണ്? അവർ പല ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു,
അവരെ തൊടത്തില്ല. ഈ ഉപദേശിക്കുന്നവൻ അവന്റെ ജീവിതത്തെ, അവന്റെ മക്കളെ, അവന്റെ കുടുംബത്തെയും സ്വന്തം മാതൃകയാക്കി നിർത്തി ഒരു കാര്യം പറയാൻ റെഡിയാകുന്നില്ല. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം അതാണ്. ഹല്ലേലൂയ. ഗ്രേറ്റ് കമ്മീഷന്റെ അകത്ത് പറയും, മഹാനിയോഗത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കും, നിങ്ങൾ ആദ്യം പ്രമാണിക്കണം, എന്നിട്ട് ഉപദേശിച്ച് അനേകർ ശിഷ്യരാക്കണം. അപ്പൊ ശിഷ്യർ എന്തുകൊണ്ട് ആകാത്തതെന്ന് അറിയാവോ? പലർക്ക് ശിഷ്യരുണ്ട്, പക്ഷെ അവർ കർത്താവിന്റെ ശിഷ്യന്മാരല്ല. പലരും കർത്താവിന്റെ ശിഷ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ മാതൃക വേണം. മനസ്സിലാകുന്നുണ്ടോ? മാതൃക ഇന്ന് പല കാര്യത്തിലും ഇല്ല. ആമേൻ. വ്യക്തിപരമായി ജീവിതത്തെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. വായിച്ചോ. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, അടുത്ത പ്രശ്നം കേട്ടോ. അവർ മനുഷ്യരെല്ലാം അവരുടെ പ്രവൃത്തി കാണണം. അവർക്ക് വലിയൊരു ഫാൻസ്, ഫോളോവേഴ്സ് അവർക്കുണ്ട്, അല്ലേ? അവരെന്നെ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന അല്ല കേട്ടോ. എന്താ അവിടെ വായിക്കുന്ന ആ പദം ശ്രദ്ധിച്ച എന്താണ് അവിടെ വായിക്കുന്ന? എന്താ? അല്ല, വായിച്ച വാക്യം വായിക്ക. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ. അതൊരു വലിയ പ്രശ്നമല്ലേ? 10 പേര് ഞാൻ ചെയ്യുന്നത് കാണണം, എന്നെ 2 പേര് കാണണം, അല്ലാതെ എനിക്ക് പറ്റില്ല. എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരിലും വന്നോ, ഇന്ന് എത്ര പേരുണ്ടോ എങ്കിൽ മാത്രം. ഇപ്പൊ ഈ ലൈവ് നടക്കുമ്പോൾ ഒരു മനുഷ്യന് കാണാനില്ല, പക്ഷെ എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കും. ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ കാണാനല്ല, ദൈവം കർത്താവിന്റെ കാഴ്ചയുടെ മുമ്പാകെ ചെയ്യുന്നതിന്റെ പേരാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത്. എന്നെ കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. മനസ്സിലായോ? ആ വെളിപ്പാടില്ലാത്തവൻ അന്വേഷിക്കുന്നത് എത്ര മനുഷ്യർ കാണാനുണ്ടെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചോ? മനുഷ്യർ എത്ര പേര് കാണാനുണ്ട്? വായിച്ചോ. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. റബി. അവിടെ വായിക്കുന്ന എന്താണ്? അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നത് ഓർക്ക. ഈ നമ്മളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് റബി എന്ന് വിളിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. അതൊന്നും നിലനിൽക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ റബി എന്ന പേർ എടുക്കരുത്. അടുത്തത്, അതായത് ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒന്നും നമ്മുടെ വിശ്വാസത്തിലുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മേഖലകളിലൊക്കെ ഇത് നല്ലതുപോലെ കളിക്കുന്നുണ്ട്. കർത്താവിന് മഹത്വം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തന്നിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ചെന്നെത്തിയിരിക്കുന്നത്. ദൈവത്തിന് പോകേണ്ട മഹത്വമൊക്കെ തന്നിലും തന്റെ പ്രസ്ഥാനത്തിലും മാത്രം ഒതുക്കാൻ നോക്കുന്ന ഒത്തിരി റബിമാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവരറിയുന്നില്ല അവർ ചെയ്യുന്ന സ്തോത്രം അപകടം എന്താണെന്നുള്ളത്. അവിടെ വായിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളോ റബി എന്ന് പേർ എടുക്കരുത്. ഒരുത്തരത്രേ നിങ്ങളുടെ ഗുരു. ഭൂമിയിൽ ആരെങ്കിലും പിതാവ് എന്ന് വിളിക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗസ്ഥൻ തന്നെ. കണ്ടോ അവിടെ വായിക്കുന്ന നിങ്ങൾ അവിടെ വായിക്കുന്ന ആ പദം നമ്മൾ ആരെങ്കിലും പിതാവേ എന്ന് വിളിക്കുന്നുണ്ടോ? സകലത്തിലൂടെയോ ചില സഭകള് ചില അതിന്റെ അധ്യക്ഷന്മാരുടെ സഭയുടെ അധ്യക്ഷന്മാരെയൊക്കെ പിതാവേ എന്ന് തന്നെ വിളിക്കുന്നത്, അല്ലേ? അത് പറയുമ്പം അതായത് അച്ഛന്മാരെയൊക്കെ അവർ വിളിക്കും ഫാദർ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നത് അങ്ങനെ അതെന്തുകൊണ്ടാണ് നാം എങ്ങനെ ഈ മാർഗത്തിൽ വന്നത്? നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. അവന്റെ ശരീരയാഗം ഹേതുവായാണ് എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. അവനെ അയച്ച ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവനാണ് സ്വർഗീയ പിതാവ്.
പിതാവെന്ന പദത്തിനും അതിന്റെ അധികാരത്തിനും മഹത്വത്തിനും യോഗ്യതയുള്ളവരെ ഒരുവരേ ഉള്ളൂ. അത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. ആ പിതാവിന് പകരം ഭൂമിയിൽ ഒരുവൻ പിതാവെന്ന് പേരെടുത്താൽ, മനസ്സിലാക്കണം ഏതർത്ഥത്തിലാ, വിശ്വാസ വിഷയങ്ങളിൽ ഒരുവൻ പിതാവെന്ന് പേരെടുത്താൽ അത് ഭയങ്കര അപകടകരമായി തീരും. ആമേൻ. നമ്മൾ ഈ ആഫ്രിക്കയുടെ ഒക്കെ പ്രദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ള വിശ്വാസികൾ അവരുടെ പാസ്റ്റർമാരെ പപ്പ എന്നാ വിളിക്കുന്നത്. അറിയോ? സ്വത്രം. അവിടെയുള്ള പാസ്റ്റർമാരെ വിളിക്കുന്നത് പപ്പ, ഫാദർ എന്നാ വിളിക്കുന്നത്. പാസ്റ്റർമാരെ വിളിക്കുന്നതാണ് സ്പിരിച്വൽ ഫാദർ, ആത്മീക പിതാവ്, അല്ലേ? അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് പക്ഷേ ഈ ആത്മീയ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ നിൽക്കുന്ന അവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടണം. നമുക്ക് കർത്താവിന് വെളിപ്പെട്ടു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മറകളും, സ്തോത്രം, എല്ലാ തിരശീലകളും നമ്മുടെ മുമ്പിൽ നിന്നും മാറണം. ആമേൻ. അടുത്തത് നമ്മുടെ പെന്തക്കോസുകളത്തെ നല്ലപോലെ ബാധിക്കുന്ന വാക്യം അടുത്തത് വായിച്ചേ. അടുത്തത് നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്. അത് ഇംഗ്ലീഷ് വായിച്ചാലേ അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ മനസ്സിലല്ലോ. ഡു നോട്ട് ബി കോൾഡ് ലീഡേഴ്സ്. അടുത്തത് ഫോർ വൺ ഈസ് യുവർ ലീഡർ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. എന്താണ് ഇവിടെ വായിക്കുന്നത്? ഡു നോട്ട് ബി കോൾഡ് ലീഡേഴ്സ്. ലീഡർ, നേതാക്കന്മാരെന്ന് പേരെടുക്കരുത്, അല്ലേ? നായകന്മാരെന്നല്ല, നേതാക്കന്മാരെന്ന് പേരെടുക്കരുത്. നമ്മളിവിടെ ആരെ പപ്പാന്നും ഫാദറെന്നും പിതാവെന്നൊന്നും വിളിക്കാറില്ല, പിന്നെ ലീഡർ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? സഭയുടെ ലീഡർ അങ്ങനെ വിളിക്കാറ്. സഭയ്ക്ക് ഒരു ലീഡറേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. സഭയ്ക്ക് ഒരു ലീഡറേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. സംഘടനയുടെ തലതൊട്ടപ്പം പലരും കണ്ടേക്കും, പക്ഷേ സഭയുടെ ലീഡർ ക്രിസ്തു മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇതിന്റെ അകത്തും ഇതുപോലെ ചിലരിരുന്ന് അവർ ദൈവസന്നിധിയിൽ മഹത്വം എടുക്കുന്നത് പോലെ എടുത്തിരിക്കും. ഞാൻ എൻ്റെ ദൈവദാസനോട് പറഞ്ഞു, ദൈവം അതിൻ്റെ അകത്ത് എല്ലാ കാര്യം ചെയ്തു തന്നോളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമില്ല, മനുഷ്യരുമായിട്ടുള്ള ഊഷ്മള ബന്ധമുണ്ട്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവത്തോട് കാര്യം ഈ വ്യക്തി ചോദിച്ച് എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി തന്നോളൂ. മനസ്സിലാകുന്നുണ്ടോ? അത് പൗരോഹിത്യമാ. ഇന്ന് ആ നിലവാരത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ ലിസ്റ്റ് എണ്ണം വളരെ കൂടുതലാണ് പെന്തക്കോസ്തിൽ. ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധവുമില്ല. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കേസ് കേൾക്കണം, ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് അവർ പറയുന്നത് അവർക്ക് ഭയങ്കര വെളിപ്പാടാ. ചിലരൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് ഭയങ്കര വെളിപ്പാടാ, ക്രിസ്തുവിനെ കുറിച്ച് എല്ലാം അറിയാം, എല്ലാ മർമ്മവും അറിയാം, എല്ലാ കാര്യവും അറിയാം. പിന്നെ പ്രശ്നം എന്നാ, വീട്ടില് കെട്ടിയവനും കൂടെ പൂരത്തല്ല, അത് മാത്രം വെളിപ്പെടുന്നില്ല. എന്നാണ് മക്കൾ അപ്പനും അമ്മയോട് സംസാരിക്കുന്നില്ല, വേണ്ട മക്കളോട് സംസാരിക്കുന്നില്ല, ആകെ കലഹം, പ്രശ്നം എല്ലാവരും. ഇവർക്കാണ് വെളിപ്പാടിന്റെ അങ്ങേയറ്റമായി ഈ കാര്യങ്ങൾക്ക് ഒരു വെളിപ്പാടും ഇല്ല. അതെന്താ കാരണം? അപ്പൊ അവളുടെ ആ വെളിപ്പാട് കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല, വെളിവുകേട് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കണം. എന്താ ഇതിന്റെ കാരണം? വെളിപ്പാടാണോ തെറ്റ്? അതല്ല തെറ്റ്. പിന്നെ എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ വേണം. നീ ദൈവവുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് കർത്താവിനെ വിടത്തില്ലെന്നേ. നീ ദൈവ ശബ്ദത്തിന് കീഴിലാണെങ്കിൽ മറ്റൊരു ശബ്ദം കേൾക്കാൻ ദൈവം വിടത്തില്ലെന്ന്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അത് മനസ്സിലാക്കണം. നമ്മൾ ദൈവ ശബ്ദത്തിന് കീഴിലാണെങ്കിൽ മറ്റൊരു ശബ്ദം കേൾക്കാൻ കർത്താവ് നമ്മളെ വിടത്തില്ല. അടുത്ത് വായിച്ചാട്ടെ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്, നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. അടുത്തത് തന്നെത്താൻ ഉയർത്തുന്നവനല്ല താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനല്ല. ശ്രദ്ധിച്ചേ. അപ്പോൾ എത്ര ദൈവത്തിന്റെ പദ്ധതികൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടതുപോലെ നായകൻ എന്ന് പേരെടുക്കുന്നതും പിതാവേ എന്ന് പേരെടുക്കുന്നതും റബി എന്നൊക്കെ പേരെടുക്കുന്നതൊക്കെ ദൈവസന്നിധിയിൽ യോഗ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, യഹൂദ ഈ സകല ജ്ഞാനികളായിരുന്ന സകല പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരെല്ലാം നോക്കിയിരുന്ന് ഇവരുടെ ഒന്നും ജ്ഞാനത്തിൽ ഇവൻ ദൈവമാണോ എന്ന് കാണാനുള്ള പരിജ്ഞാനം അവിടെ ഇല്ല.
എന്നാൽ മനസ്സിലാക്കണം, ഒരിക്കലും തിരിച്ചറിയില്ലാതെ ഇരുന്ന സമൂഹം തന്നെ വെറുത്തിരുന്ന ഒരു ശമരിയക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു, അല്ലേ? അവളുമായിട്ട് ദൈവമായിട്ട് ഒരു സംസാരത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അവൾ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ യഹൂദന്മാർ കാത്തിരുന്ന മശിഹ നീ തന്നെയാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? തിരിച്ചറിയണം, ദൈവത്തിന് വേണ്ടവരെ ദൈവം തെരഞ്ഞെടുക്കും. കർത്താവിന്റെ പിന്നാലെ നടക്കുന്ന അനേകരിൽ കർത്താവ് സന്ദർശിക്കാതെയും ഇടപെടാതെ ഇരിക്കുമ്പോൾ ദൈവം തേടിച്ചെന്ന അനേകർ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. അത് ദൈവത്തിന്റെ ഒരു നീതിയാണെന്ന് മനസ്സിലാക്കണം. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ തന്നെത്താൻ ഉയരുവാനാണ് നോക്കരുത്. അത് കർത്താവിന്റെ ഡ്യൂട്ടിയാണ്. നാം തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് തയ്യാറാകണം. നിന്നെ അനേകർ പരിഗണിക്കാതെ, ഉൾക്കൊള്ളാതെ, തിരസ്കരിച്ചിടുമ്പോൾ മനസ്സിലാക്കണം, അതിലൊന്നും നമ്മൾ ഭാരപ്പെടരുത്. കർത്താവ് ഒന്ന് കണ്ടിട്ടുണ്ട്, അതിനുവേണ്ടി കർത്താവ് പണിതെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ യാത്രാമധ്യേ പലതും കണ്ടെന്നും കേട്ടെന്നും ഇരിക്കും. പക്ഷെ നിന്റെ മേലുള്ള ദൈവിക പദ്ധതി നിറപടിയായി നിവർത്തിക്കപ്പെടുന്ന ഒരു നാളുണ്ട്. അത് കർത്താവ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുത്തുള്ളൂ, അല്ലെ? തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാധാന്യമായ ചില ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാ തരും. നമുക്ക് ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. രാജാക്കന്മാർ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിന്റെ ചരിത്രത്തില് ഏലിയാവ് എന്ന ശക്തനായ പ്രവാചകൻ ഒരിക്കൽ ഒരു ഭാരത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? സ്തോത്രം. ഒരു ഇസബെൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആഹാബിന്റെ ഭാര്യ, ഈ പ്രവാചകനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി കേട്ട് ഭയപ്പെട്ടു പോയ ഏലിയാവ് ഹോരേബിലേക്ക് ഓടിപ്പോയി. ഹോരേബിൽ ദൈവം അവന് പ്രത്യക്ഷനായി ദൈവാത്മാവിന്റെ നിയോഗം അവിടെ കൊടുത്തു. ദൈവാത്മാവിന്റെ നിയോഗം കൊടുത്ത ഏലിയാവ് പല കാര്യങ്ങളോടെ സംസാരിക്കുന്നുവെങ്കിലും അവനിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ശുശ്രൂഷ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നാം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴൊക്കെയും കർത്താവിന്റെ സ്വർഗത്തിന്റെ ഘടികാരത്തിൽ പല പ്രോഗ്രാമുകളും ചാർട്ടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അറിയുന്നുണ്ട്? കർത്താവിന്റെ ടൈം പീരീഡില്, മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിന്റെ ഘടികാരത്തിൽ, സ്വർഗത്തിന്റെ ക്ലോക്കില് പല സമയങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ അപ്പുറത്തെ പല സമയങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് കരങ്ങൾ ദൈവത്തെ മാതപ്പെടുത്തിയാട്ടെ. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം ചിലത് ആരംഭിക്കുകയാണ്, മറ്റത് ചിലത് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അവസാനിപ്പിക്കുന്ന ചില വിഷയങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ആരംഭിക്കുന്നതിന്റെ അകത്തെ ചില സ്വന്തം മർമ്മങ്ങളെ നമുക്കൊന്ന് ഗ്രഹിച്ചതിന് ശേഷം നമുക്ക് കർത്താവിന്റെ സന്നിധി നമുക്ക് താണിരിക്കാം. സ്വന്തം ഒന്ന് രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിച്ചേ. 19-ന്റെ 12 മുതൽ 19-ന്റെ 12 മുതൽ. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു പുതപ്പ്, ഏലിയാവിന്റെ പുതപ്പ്, എല്ലാ സാഹചര്യത്തിലും തന്നോട് കൂടെ ഒരു പുതപ്പുണ്ട്, അല്ലെ? ആ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. അപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗുഹയുടെ പുറത്ത് കർത്താവ് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവിന്റെ ശബ്ദം അവിടെ കേട്ടു. മുഖം മൂടി പുറത്തു വന്ന ഏലിയാവിനെ നോക്കുമ്പോ കർത്താവ് ആദ്യം കാണുന്നത് എന്താ? അമ്മി? സോദരം ഒന്നുകൂടെ വായിച്ചേ. വായിക്കുന്നല്ല, അത് ഗ്രഹിക്കുന്നില്ല. എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ അറിയാം. ഏലിയാവ് അത് കേട്ടിട്ട് ഇനി നിങ്ങളുടെ കണ്ണ് തുറന്നിരുന്ന പോലെ മനസ്സും കൂടെ ഒന്ന് തുറക്കണം. എന്നിട്ട് വായിച്ചേ.
ആ, പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ആ, അപ്പോ എന്റെ ആ ഭാഗം ഒന്നും കൂടെ വായിച്ച്. മുഖാമുഖം. ആ ആ മുഖാമുഖമല്ല, ഗുഹാമുഖത്ത് നിന്ന്. ആ, ഓക്കെ. അതിന് തൊട്ട് പുറകിൽ നിന്ന് വായിക്കുമ്പോൾ അവൻ അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്ത്. എന്റെ ചോദ്യം, ഇപ്പോൾ കർത്താവ് ഏലിയാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. ഇപ്പൊ കാണുന്നത് എന്നതാ? ഇത്രയും മനസ്സിലാകുന്നില്ലേ? ആ, പുതപ്പ്. അത് പറഞ്ഞാ മതി, അത് പറയാത്തതാണ് അതിശയം. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിക്കുന്നത്? പുതപ്പ് എന്ന് പറഞ്ഞേ. ആ, പുതപ്പ്. അപ്പോ കർത്താവ് എന്താ കണ്ടത്? കലങ്ങാതെ വ്യക്തമായിട്ട് വായിക്കണം. അവിടെ വായിക്കുന്നതിനെ കർത്താവ് നോക്കുമ്പോ അവിടെ കാണുന്ന ഏലിയാവിന്റെ പുതപ്പ്. ഏലിയാവിന്റെ മുഖം കാണാവോ ഇപ്പോ? ആ, നമ്മുടെ നടുവില് തടസ്സമായിട്ട് നിൽക്കുന്ന പുതപ്പൊക്കെ ഉണ്ടല്ലോ, ദൈവം ചില നിയോഗങ്ങൾക്ക് ഉപയോഗിക്കും. വായിച്ചേ. ആ ആ ആ ആ, ശ്രദ്ധിക്കണം. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ആ, ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ആ ആ ആ, ഇവിടെ ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഏലിയാവ് മറുപടി പറയുന്നത് എന്തിന്റെ ബലത്തിലാ? പറഞ്ഞേ, എന്തിന്റെ ബലത്തിലാ? ശേ, ആ, അത് പറയണം. ബന്ധനം അഴിയട്ടെ. അവിടെ വായിക്കുന്ന എന്താണ്? പുതപ്പിന്റെ മറവിലിരുന്നാണ് ദൂത് പറയുന്നത്. കർത്താവ് ആദ്യം അവനെ കാണാൻ മുഖത്ത് നോക്കുമ്പോ കാണുന്നത് പുതപ്പ്. കർത്താവിനോട് മറുപടി പറയാൻ നേരത്ത് പുതപ്പിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണം. ചിലത് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ തിരിച്ചറിഞ്ഞോണം അത് പിന്നീട് ഒരു വലിയ ദൈവപ്രവർത്തിക്കായിട്ടായിരിക്കുമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചില പ്രതിസന്ധികളുടെ നടുവിൽ ചില വ്യക്തികളോ ചില ഇടങ്ങളോ നിന്റെ മുമ്പിൽ, ശുശ്രൂഷയുടെ മുമ്പിൽ ചിലത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ അത് പിന്നീടും ചിലതിന് വേണ്ടി സാക്ഷ്യത്തിനായിട്ട് ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. ചില ഇടങ്ങൾ, ചില സ്ഥലങ്ങളിൽ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അവിടെ വരുമ്പോഴേ അത് വെളിപ്പെടുകയുള്ളൂ. അപ്പൊ ചില സ്ഥലങ്ങൾ, ചില ഇടങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകരുടെ ജീവിതത്തിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടോണ്ട് രക്ഷിക്കപ്പെടാതെ വഴിയെ പോകുന്നവൻ വഴിയെ പോവുകയുള്ളൂ, രക്ഷിക്കപ്പെടണം. ആമേൻ. അതൊക്കെ ഏറ്റവും പുറത്ത് കിടക്കുന്ന കാര്യം. ഇത് ശുശ്രൂഷകരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതപ്പിന്റെ ബലത്തിൽ മറുപടി പറയുന്ന ഏലിയാവിനെയും പുതപ്പ് നിമിത്തം കാണാൻ കഴിയാതെ ഏലിയാവിലേക്ക് നോക്കുമ്പോ പുതപ്പെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെല്ലാം മധ്യസ്ഥത അണയ്ക്കുന്നത് ആരാണിപ്പോ? ഒരു പുതപ്പ്. വായിച്ചേ. ആ, അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്ക് അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, അവരാരും നിന്നെ അനുസരിക്കുന്നില്ല, അവരാരും നിന്റെ വഴിയിൽ പോകുന്നില്ല. മാത്രമല്ല, നിന്റെ നാമത്തിൽ നടക്കുന്ന യഹോവയുടെ പ്രവാചകനാകുന്ന എന്നെയും അവർ കൊല്ലാൻ നോക്കുന്നു. ഇതെല്ലാം പറയുന്നത് പേടിച്ചരണ്ട് പുതപ്പിന്റെ മറവിൽ. അവര് പ്രശ്നമാണ്, പക്ഷെ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതപ്പ് തടസ്സമായി. ഇപ്പൊ ശ്രദ്ധിച്ചതിന്റെ അവസ്ഥ എന്നാന്ന്? പല ദൂതുകളും ആലോചനകളും പറയുമ്പോഴും പുതപ്പ് നിനക്ക് തടസ്സമാണെങ്കിൽ വിഷയമാണ്. ആ പുതപ്പ് തന്നെ നിനക്ക് നേരെ സാക്ഷ്യം പറയേണ്ടി വരും. വായിച്ചേ, തുറന്നു വായിച്ചേ. ആ ആ ആ നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മറുവഴിയായി മടങ്ങി പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഭാഗം എടുത്ത് വായിക്കണം. ഒട്ടും വായിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ആമേൻ, സ്തോത്രം. കാര്യം ഒരു പിടിയില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒന്നും അതിന്റെ 15-ാം വാക്യം വായിക്കുന്ന യഹോവ അവനോട് അരുളി ചെയ്തെന്നാൽ
നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂ വഴിയായി മടങ്ങിപ്പോകുക. അപ്പോൾ മനസ്സിലാക്കണം, മടക്കയാത്ര ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും നിന്റെ പേടി പോയിട്ടില്ലെങ്കിലും സ്വന്തം നിന്റെ മടക്കയാത്രയെ ദൈവം ഒരുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് മടക്കയാത്രയെ ദൈവം ഒരുക്കും. ആമേൻ. അടുത്ത വാക്ക് എന്താ വായിക്കുന്നത്? മടങ്ങിപ്പോ നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം. അടുത്തത് ശ്രദ്ധിക്കണം. അപ്പൊ രണ്ട് അരാമിലും രാജാവായി അഭിഷേകം ചെയ്യുക. അതുപോലെ ഇസ്രായേലിന് ആരെയാണ്? നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുക. ആ ആ ആ നിനക്ക് പകരം പ്രവാചകനായി വേണം. ശ്രദ്ധിക്കണം, ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും. ശ്രദ്ധിക്കണം, ഏലീശ കൊല്ലും. രാജാക്കന്മാരുടെ വാളിന് വീഴാത്തതിനെ പ്രവാചകന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും എന്ന ദൂതാണ് അവിടെ വരുന്നത്. അവസാനം വരുന്ന കാര്യം ശ്രദ്ധിക്കണം, ഈ പ്രവാചക ശുശ്രൂഷയിലായിരിക്കുന്ന ഏലീശ ആരാന്ന് പോലും അറിയത്തില്ലെങ്കിലും ആ പേര് ഏലിയാവിന്റെ ഹൃദയത്തിൽ ഈ മുഖം കൊണ്ട് പുതപ്പ് കൊണ്ട് മുഖം മൂടി ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഏലിയാവിന്റെ കണ്ണടച്ചിരിക്കുമ്പോഴും ഹൃദയത്തിൽ ഏലീശയുടെ പേര് ശോഭിച്ചോണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ചില ദൂതുകൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുമ്പോൾ അത് ഏതിരുട്ടിലും സ്വന്തം മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കുന്ന അനുഭവം തരുന്നതിന് കാരണം അത് ദൈവിക ദൂതായതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹസായേലിന്റെ വാളിനും സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് സ്വന്തം യേഹൂവിന്റെ വാളിനും വിട്ട് സ്വന്തം തെറ്റിപ്പോകുന്നവനെ ഏലീശന്റെ വാളിൽ വീഴുമെന്ന സ്വന്തം അവിടെ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് അവിടെ എത്തുകയാണ്. തൊട്ടടുത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ നിയോഗത്തിലേക്ക് കയറി ചെല്ലുന്ന സ്തോത്രം ഏലിയാവ് അടുത്ത് തന്റെ മേലുള്ള ദൗത്യ നിർവഹണത്തിനായിട്ട് കടന്നു ചെല്ലുകയാണ്. ആ ദൗത്യ നിർവഹണത്തിനായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഭാഗം അടുത്ത് ഒന്ന് വായിച്ചേ. ആ ആ ആ അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, അന്ന് ആ തലമുറയില് 50 പേരെ ഗുഹകളിൽ ഒളിപ്പിച്ച് പ്രവാചകന്മാരെ ജീവനോടെ രക്ഷിച്ചവരുണ്ട് അവിടെ, അല്ലെ? അങ്ങനെ പല സംഭവങ്ങളും നടക്കുമ്പോൾ യഥാർത്ഥ ലിസ്റ്റും പ്രകാരം എത്ര പേരുണ്ട്? 7000 പേരുണ്ട്. എന്നാൽ ഇസ്രായേലിൽ അറിയപ്പെടുന്ന സ്വന്തം ലിസ്റ്റ് അനുസരിച്ച് 100, 200, 300 പേരെ ഉള്ളൂ എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഏലിയാവ് പറയുന്നത് ആരുമില്ലെന്ന്. ശ്രദ്ധിക്കണേ, പലരുടെയും സെൻസസ് തെറ്റായിരിക്കുമ്പോൾ കർത്താവിന്റെ സെൻസസ് ആണ് കറക്റ്റ് റെക്കോർഡ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 7000 പേരെ ഞാൻ എനിക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കൃപയാൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്തോത്രം, ഒരു കൂട്ടത്തെ ദൈവം ഈ തലമുറയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലത്തും ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിലും അശേരയുടെ പ്രവാചകന്മാരുടെ നടുവിലും യഹോവയ്ക്ക് വേണ്ടി നിന്നവർ അന്നുള്ളതുപോലെ ഇന്ന് ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവര് ഇന്നും ജീവിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ ഇന്നും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ മെയിൻ ലൈനിലെല്ലാം എന്താ പറയുക, സകലവിധ അലമ്പും സകലവിധ ദുരുപദേശവും വഴിവിട്ട കാര്യങ്ങളെല്ലാം കാണിച്ചെന്ന് വെച്ച് അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കരുത്. കറക്റ്റ് സ്വന്തം ഹല്ലേലൂയ കൗണ്ടിങ് കർത്താവ് പറഞ്ഞു 7000 പേരെ സ്വന്തം എനിക്കായിട്ട് ഞാൻ അവളെ വേർതിരിച്ചിരിക്കുന്നു. സ്വതന്ത്രം. നമുക്ക് മറ്റൊരു ഭാഗം കൂടെ നമുക്ക് വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചോ. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും. യേഹൂവിന്റെ വാളിന്
തെറ്റിപ്പോകുന്നവനെ ആ. ഏലീശ കൊല്ലും. ആ എന്നാൽ ആ വാലിന് മടങ്ങാത്ത മുഴങ്കാലും ആ അവനെ ചുംബനം ചെയ്യാത്ത ആ വായുമുള്ളവരായി ആ ആകെ 7000 പേരെ ആ ഞാൻ ഇസ്രായേലിൽ ആ ശേഷിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കും മറ്റൊരു ഭാഗങ്ങൾ നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവചനം അതിന്റെ 2:1 മുതൽ വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ ഈ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവും ആകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും. അവർക്ക് ദോഷം വന്നു ഭവിക്കും. എന്നാൽ എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. അടുത്ത യാക്കോബ് ഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തിന്റെ സർവ്വ വംശങ്ങളും ആയുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് അടുത്ത ശ്രദ്ധിക്കണം, മിഥ്യാമൂർത്തികളോട് ചേർന്ന് ഈ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ സ്തോത്രം യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഏലിയാവുമാര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മാർഗത്തെ, അതിന്റെ ഉപദേശത്തെ സൂക്ഷിക്കാത്തവർ അവർക്ക് ബോധിച്ച വഴിയിൽ പോകുന്നു എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിരിക്കുന്ന എത്ര അഭിഷിക്തന്മാരുണ്ടെന്നൊരു ചോദ്യമൊന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഡിസംബർ 25 കഴിഞ്ഞ് സന്തോഷിച്ച് കേക്ക് നിന്നിട്ട് എല്ലാവരും ഇരിക്കുക, പെന്തക്കോസുകാരെല്ലാവരും. ആമേൻ, സ്തോത്രം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട് എനിക്ക് വളരെ ദുഃഖമായി പോയ കാര്യം, പലയിടത്തും ജാതികൾ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്താണെന്നോ, കർത്താവ് ജനിച്ച എന്താണെന്നോ, അപ്പോസ്തലന്മാര് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു കാര്യം അവരാരും അനുഷ്ഠിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, അവരാരും ഒരു അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും 1-ാം നൂറ്റാണ്ടിന് ശേഷമോ ഒരിക്കൽ പോലും അങ്ങനെ കർത്താവിന്റെ ജഡത്തിലുള്ള ജനനത്തെ കുറിച്ച് ഓർത്ത് ഒരു ആഘോഷം ആരും നടത്തിയിട്ടില്ല. ഇതിനിടയിലേക്ക് സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ച് വന്ന പലവിധ ദുരുപദേശങ്ങളാണ് പിന്നീട് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ പൊര കത്തുമ്പോ വാഴ വെട്ടാൻ വേണ്ടി കുറെ പാസ്റ്റർമാർ ഇതിന്റെ ഇടയിൽ ഈ സമയത്ത് മാത്രം പരസ്യപ്പെട്ടിയായിട്ട് ഇറങ്ങുക. നല്ല അവസരമാണ്. എടാ, നീ എത്ര പ്രസംഗിച്ചാലും അവന്റെ ചെവി കേൾക്കുന്ന ജിംഗിൾ ബെൽസേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കാലവും സമയം നോക്കി ബുദ്ധിയുള്ളവനായിട്ട് തീരണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സഭയ്ക്കകത്ത് നടന്നുകൊണ്ടായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സുവിശേഷം പറഞ്ഞ് വരാന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ വെള്ളം അടിച്ചും ഡ്രഗ്സ് അടിച്ചും യാതൊരു ബോധമില്ലാതിരിക്കുന്നവനോടാണോ പറയേണ്ടത്? അവനോട് ക്രിസ്മസ് സന്ദേശം കൊടുക്കാനല്ല നമ്മളെ വിട്ടേക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എല്ലാ കാലത്തും സകലർക്കും വേണ്ടി താൻ തകർക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ഡിസംബർ 25 വേണ്ടി മാത്രം പറയാനല്ല വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പലയിടത്തും ചെന്ന് ക്രിസ്മസ് പാട്ട് പാടുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടു. പലയിടത്തും ക്രിസ്മസ് വിഷ് ചെയ്യുന്ന പാസ്റ്റർമാരെ കണ്ടു. കേക്ക് മുറിക്കുന്നവരെ കണ്ടു. കഴിഞ്ഞ ദിവസം ചെന്നപ്പോ 2 വിശ്വാസികളുടെ വീണ്ടും മുറ്റത്ത് കിടക്ക സ്റ്റാർ. എന്താ പാസ്റ്ററെ കുഴപ്പമൊന്നും? കുഴപ്പം എനിക്കല്ല, ഏലിയാവിനാ കുഴപ്പം. ഏലിയാവിനാ കുഴപ്പം അല്ലേ? ഏലിയാവ് എന്നാ പറഞ്ഞേ? ഏലിയാവ് പറഞ്ഞ എന്നാ? കർത്താവേ, ഇവിടെ ആരും ഇരിക്കുന്നില്ല, എല്ലാരും തീർന്നു അല്ലേ? അതല്ലേ പറഞ്ഞേ?
ഏലിയ പറഞ്ഞത് തന്നെ ഇവിടെ യഹോവ കർത്താവേ, ബാലിന്റെ പ്രവാചകന്മാരെല്ലാം കൂടി നിന്റെ യഹോവയുടെ പ്രവാചകന്മാരെ എല്ലാം കൊന്ന് ഇപ്പൊ തീർത്തിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ, അല്ല മോനെ, നിന്റെ ലിസ്റ്റ് തെറ്റാ. 7000 പേരെ ഞാൻ എനിക്കായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അവരാരും ബാലിന്റെ യഹോവ ക്രിസ്മസ് സോങ്ങും പാടി ബാലിന്റെ നക്ഷത്രം നോക്കി ബാലിന്റെ കരോൾ സോങ്ങിന്റെ അകത്തൂടെ പോകത്തില്ല. കാര്യം ബൈബിൾ പറയാത്തത് ചെയ്യാൻ അവരെ കിട്ടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഏലിയാവ് പറയാൻ കാരണം തന്നെ, ഏലിയാവിന് കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാര്യം സ്തോത്രം, ഹാളിലെ കൺവെൻഷനൊക്കെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഏലിയാവ്. ഏലിയാവ് നോക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്നവരാരും കാണുന്നില്ല. സ്റ്റേജെ കയറാത്ത പലരും കർത്താവിനായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. സ്റ്റേജിന്റെ ഒരു പൊടി പോലും കാണാത്തവരും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതും. അവരെ ആരും സമൂഹം അറിയണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ നമ്മൾ വായിച്ച യിരെമ്യാ പ്രവചനത്തിന്റെ അകത്ത് മനസ്സിലാക്കണം, അവിടെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ കണ്ട ഒരു വലിയൊരു അപാകതയുണ്ട്. അതാണ് അവിടെ വായിച്ചത്. നമ്മൾ വായിച്ചത് എന്താണ്? അവിടെ വായിക്കുന്നത്, യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ 2:5 നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടിട്ട് മിഥ്യാമൂർത്തികളോട് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തോ ഒരു അന്യായം കണ്ടു. കണ്ട് അവിടെ വായിക്കുന്നത്, കർത്താവിനെ വിട്ട് വിഗ്രഹങ്ങളോട് ചേരുന്ന ഇസ്രായേൽ മക്കളെ കാണുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, നാമും ക്രിസ്തുവിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മെ ഇതുപോലുള്ള പല കാര്യങ്ങളിൽ നിന്നും ലോകത്തിൽ നമ്മളെ വേർപെടുത്തിയിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ നിർദോഷ നിഷ്കളങ്കമായ വിലയേറിയ രക്തം കൊണ്ടാണ്. ഇന്ന് ഞാൻ ദുഃഖം കൊണ്ടൊരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് ജനിച്ച പല തലമുറകൾക്കും രക്ഷാനുഭവം ഇല്ലാത്തത് കൊണ്ട്, അവർക്ക് ദൈവശക്തിയില്ല, രക്ഷാനുഭവം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് അഴിച്ചു വിട്ടിരിക്കുക പാസ്റ്റർമാര്. നിങ്ങൾ പൊയ്ക്കോ, നമുക്ക് പ്രാർത്ഥിച്ച് കരപിടിക്കാന്ന് പറയുക. നീ പറഞ്ഞു വിടും മക്കളെ, അവൻ പോകുന്ന വഴി പോകുള്ളൂ, തിരിച്ചു വരണമെന്ന് പിശാച് തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവകൃപയിലാണ്, പാളയത്തിലാണെങ്കിലേ കർത്താവിന് ഉത്തരവാദിത്തമുള്ളൂ. ഇത് പലതും കെട്ടഴിഞ്ഞ് നടക്കുക, എന്നിട്ട് പറയുക കർത്താവ് സൂക്ഷിച്ചോളൂന്ന്. ഏത് കർത്താവിന്റെ കാര്യം പറയുന്നേ? വായിച്ചേ, തുറന്നു വായിച്ചേ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തു തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലമാകുന്നു. അവരെ തിന്നുകളയുന്നവരൊക്കെയും. എത്രാം വാക്യം വായിക്കുന്നേ? യിരെമ്യാവ് 2:3 ചുമ്പോ വായിച്ച വാക്യം എവിടെയായിരുന്നു? എത്ര വാക്യം പറ? ഞാൻ വായിച്ച 5-ാം വാക്യവാ. അവിടെ നിന്ന് എപ്പോഴാ 3-ലേക്കും 2-ലേക്കും പോയത്? സാത്താൻ ചിലരെ കയ്യിലെടുക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് തക്കതായ ഒരു ജീവിത പങ്കാളി വേഗം വരട്ടെ. ആമേൻ. സ്വത്ത് വായിച്ചേ. വായിക്കേ 5-ാം വാക്യം. അഞ്ചാം വാക്യം വായിച്ചോ. ഞാൻ ഡാഡി വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് വിദ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, പാഴ്ചിലവും കുഴികളും ഉള്ള ദേശമായി, വരൾച്ചയും കുതിരകളും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ. ഒന്നും കൂടെ വായിച്ച 6. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ
മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല. അടുത്തത്, ഞാൻ നിങ്ങളെ പരമത്തായൂര് ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വാക്യത്തില് 6-ാം വാക്യം കണ്ടോ, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരുളുമുള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായി, മരുഭൂമിയിൽ കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെ എന്നവർ ചോദിച്ചില്ല. അടുത്ത് ശ്രദ്ധിക്കണം, സ്തോത്രം, ചോദിച്ചില്ല. അടുത്തത്, ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൂട്ടിക്കൊണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല കഷ്ടങ്ങളും ജീവിതത്തിൽ നിന്നും മാറി സ്വസ്ഥത വന്ന് കഴിയുമ്പോഴാണ് ജനത്തിന് പാപം ചെയ്യാൻ തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജനത്തിന് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ്. ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ അവര് തുടങ്ങുന്നത്, അല്ലേ? നിങ്ങളെ ഫലവത്താര ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി. അടുത്തത്, അപ്പൊ മനസ്സിലാക്ക, കാര്യം നടക്കാൻ ദൈവസന്നിധി നിൽക്കും. കാര്യം കഴിഞ്ഞ ഈ ദൈവവും വേണ്ട, ഭക്തിയും വേണ്ട, ദൈവസന്നിധി ദൈവശബ്ദവും കേൾക്കേണ്ട, ഒന്നും കേൾക്കണ്ട, എനിക്ക് എന്റെ കാര്യം നടന്നാൽ മതി. അടുത്തത്, ഇനി കുഴി വീഴുമ്പോ ദൈവത്തെ അന്വേഷിക്കാം. നല്ല സമർപ്പണമല്ലേ? ഇങ്ങനെയുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോ മാത്രം ദൈവത്തെ നോക്കി വിളിക്കും, അല്ലാതെ ഇരിക്കുമ്പോ ദൈവമായിട്ട് ഒരു സംസർഗവും ഇല്ലാതിരിക്കുന്നവരുണ്ട്. ആമേൻ. ഇന്ന് പെന്തക്കോസിന്റെ അകത്ത് ഒരു 85% ഇതാ കാണുന്നത്. ആമേൻ. ആ വിഷയം വരുമ്പോ മാത്രം ദൈവത്തിലേക്ക് വരിക, വലിയ വർത്താനമൊക്കെ പറയും, ആകെ പ്രശ്നമായിരിക്കും. പക്ഷെ അവര് ദൈവത്തിലേക്ക് വരുന്നില്ല. അവരുടെ കാര്യങ്ങൾ വേഗം നടത്തിയെടുക്കണം, അത്രമാത്രം. വേറെ കർത്താവോ വിശ്വാസമോ രക്ഷ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ നിലപാടുള്ളവര് ഇന്ന് ഒത്തിരി പേരുണ്ട് വിശ്വാസകോടത്തിൽ. വായിച്ച അടുത്ത വാക്യം. യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. തെറ്റ് വായിക്കരുത് തൊട്ടടാടി. അങ്ങനെയല്ല, ന്യായപ്രമാണജ്ഞന്മാർ അയ്യോ അങ്ങനെയൊന്നുമല്ല. ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. കണ്ടോ, അത് കഴിഞ്ഞൊരു കുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. കണ്ടോ, വായിക്കാൻ പറ്റുന്നില്ലേ? യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. അടുത്ത, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ മുഖാന്തരം, സ്തോത്രം, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്നു നടന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവര് ബാൽ മുഖാന്തരം പ്രവചിച്ചു. അപ്പോൾ യഹോവയുടെ കാലഘട്ടത്ത് പല പ്രവാചകന്മാർ എഴുന്നേറ്റ് അവര് ബാൽ മുഖാന്തരം പ്രവചിക്കുകയാണ്. അപ്പൊ ബാല് വെളിപ്പെടുത്തി കൊടുക്കുവോ? ദുരാത്മാവായിരിക്കുന്ന പൈശാചിക മണ്ഡലം ബാലിന്റെ പേര് പറയുമ്പോൾ അവർ ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി കൊടുക്കുന്ന ആ ശക്തി അവിടെ വെളിപ്പെടുന്നത് ഏലിയാവ് ആത്മാവിൽ കണ്ടു എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഏലിയാവ് നോക്കുമ്പോൾ പലരും യഹോവ അവിടെ ഇടപെടുന്നില്ല, പലരും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, സ്വന്തം കർത്താവേ ഇവിടെ ആരും നിന്റെ നാമത്തിൽ ഇല്ല, ആരും കർത്താവ് നിന്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്നില്ല, എല്ലാം ശൂന്യമായിട്ട് കിടക്കുന്നതാണ്. സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, ഇതിന്റെ നടുവിലാണ് ഏലീശയുടെ മേലുള്ള ദൈവിക നിയോഗങ്ങൾ കടന്നു വരുന്നത്. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിനെ
ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബാൽ മുഖാന്തരം പ്രവചിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അവരോടുകൂടെ നിൽക്കുന്ന ഇടയനും പുരോഹിതനും വ്യാജം പ്രവർത്തിക്കുമ്പോൾ അവരോട് ചേരാതെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഉയരത്തിലെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമാ വ്യാജത്തോട് ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കുവാനായിട്ട് ഇടയവരുത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അടുത്ത വാക്ക് അടുത്ത അധ്യായം 19-ാം അധ്യായം 19 സ്വന്തം 1 രാജാക്കന്മാർ 19 വായിക്കുമ്പോൾ, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. ശ്രദ്ധിക്കണം, അവൻ 12 ഏർ കാളയെ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏലിയാവ് ഏലീശായുടെ അടുക്കൽ ചെന്ന് താൻ നിയോഗം കേട്ടതും താൻ ദൈവത്തോട് സംസാരിച്ചു ഇതെല്ലാം സാക്ഷ്യം വഹിച്ച് നടുക്ക് ഇരുന്ന ഈ പുതപ്പ് ആരുടെ പുറത്തേക്ക് എടുത്തിട്ടു? ഏലീശായുടെ പുറത്തെടുത്തിട്ടു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഈ പുതപ്പ് അവന്റെ മേൽ വീഴുമ്പോൾ ഈ പുതപ്പ് കേട്ട ഒരു ദൈവ ശബ്ദമുണ്ട്. ഈ പുതപ്പിലൂടെ ഒരു ശബ്ദം ദൈവം കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ഈ പുതപ്പിലൂടെ ആര് കേട്ടു? ഏലിയാവ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിരിക്കുന്ന പുതപ്പാണ് ഇന്ന് ഏലിയാവിന്റെ മീതെ, ഏലീശയുടെ മീതെ വന്ന് കിടക്കുന്നത്. ആ പുതപ്പ് ഏലീശായുടെ മീതെ കിടക്കുമ്പോൾ തിരിച്ചറിയണം. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്ന അടുത്ത വാക്യം, ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. അതിന്റെ അടുത്ത വാക്യം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 20-ാം വാക്യം വായിച്ചേ. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. 20-ാം വാക്യം ശ്രദ്ധിക്കണം, അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ക്ഷണത്തിൽ എന്താ സംഭവിച്ചേ? അതാണ് അഭിഷേകം അവരുടെ മേൽ വന്നപ്പോൾ, ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോ അവരാ നിൽക്കുന്ന ഇടം മറന്നു പോകുന്ന അവസ്ഥ. ഇത് നമ്മൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേരുടെ മേൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ അതുവരെ ഭയപ്പെട്ട് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്തിരുന്ന സ്വന്തം ഹാലലിയ കർത്താവിന്റെ ശിഷ്യന്മാരും ബാക്കി 120 പേരെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവര് ദൈവശക്തി വന്നപ്പോൾ എല്ലാം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ദൈവശക്തി വെളിപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ പിന്നിലുള്ള ചില കെട്ടുകൾ അഴിഞ്ഞു മാറത്തുള്ളൂ. ആമേൻ. ദൈവശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവശക്തിയാൽ നടത്തപ്പെടണം. ദൈവശക്തിയാൽ ചലിച്ചാൽ മാത്രമാ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, അലറിയ നിന്നെ ഏതിനോടുകൂടെ കെട്ടിയെന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. നിയോഗം നിന്റെ മേൽ വന്നാൽ നിൽക്കുന്ന ഇടം വിട്ട് ഓടുവാൻ ഇടയായിത്തീരും. നിന്റെ ഈ പ്രാകൃത സ്വഭാവം, നിന്റെ ഈ പാരമ്പര്യ സ്വഭാവത്തിൽ നിന്ന് നിനക്ക് വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വരണം. മനസ്സിലാകുന്നുണ്ടോ? ചില പാരമ്പര്യ സ്വഭാവങ്ങളുണ്ട്, അതൊരിക്കലും മാറുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും ആ പാരമ്പര്യ സ്വഭാവം മാറുന്നില്ല. നിനക്കത് മാറണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വരണം. ഹല്ലേലൂയ. എല്ലാ തുറിച്ചുനോട്ടോ ശാഠ്യോ മത്സരവും എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തി നിന്നിൽ വെളിപ്പെട്ട് നിന്നിൽ വേണ്ടാത്ത അശുദ്ധിയെല്ലാം ഉരുകിപ്പോകുവാൻ ഇടയായി തീരണം. അടുത്ത വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ. ശ്രദ്ധിക്കണം, കർത്താവ് പറഞ്ഞു മരിച്ചവരെ കുഴിച്ചെടുത്ത് എന്ന് പറഞ്ഞ ഇടത്ത് ഇവിടെ ഏലിയാവിന്റെ മുമ്പിൽ ഒരു അവസരം വരിക. ഏലീശ ചോദിക്കും, ഞാൻ എന്റെ മാതാവിനെയും പിതാവിനെയും പോയി കണ്ടിട്ട് വരട്ടെ, അവരെ ചുംബിച്ചിട്ട് വരട്ടെ. വായിച്ചേ. അതിന്റെ ശേഷം ഞാൻ അതിന്റെ ശേഷം നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിന് മറുപടി എന്നാ കൊടുത്തേ? അതിനവൻ പോയി വരിക. ശ്രദ്ധിക്കണം, അതിനെന്താണ്
സ്തോത്രം. സ്തോത്രം. ചെറുപ്പം മുതലേ വളർത്തി ആറ്റുനോറ്റ് വളർത്തി ഇത്ര എത്തിയിരിക്കുന്ന അപ്പനെ അമ്മയും വിട്ടു പോകാമോ എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഒരു മനുഷ്യനും അതിനെതിർത്ത് നിൽക്കത്തില്ല. പക്ഷേ ഉയരത്തിലെ ശക്തി വരുമ്പോ ഉണ്ടല്ലോ, ലോകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണമൊക്കെ അങ്ങ് മാറും. ഇത് മുലപ്പാലിന്റെ ശക്തിയിലല്ല നിൽക്കുന്നത്, ഉയരത്തിലെ ശക്തിയിലാണ് നിൽക്കുന്നത്. മനസ്സിലാക്കണം, ഉയരത്തിലെ ശക്തി വന്നാൽ ഈ പ്രമാണങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റും. അവിടെ ഏലിയാവ് പറയുന്ന ആ മറുപടി ശ്രദ്ധിച്ചോ? അവിടെ പറയുന്നത് എന്താണ്? അതിന് അവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നിനക്ക് മറക്കാൻ കഴിയാത്ത ചിലത് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് വിളിച്ചെടുത്ത് പോക്കോണം. അപ്പനെ അമ്മയെ നോക്കൊണ്ടിരിക്കരുത്. മനസ്സിലായോ? അപ്പനെ അമ്മയെ നോക്കൊണ്ടിരിക്കരുത്. അപ്പനും അമ്മയ്ക്കൊക്കെ ഇതൊക്കെ അപ്പനും അമ്മയും കൂടി അവനെ കന്നുകാലിന്റെ കൂടെ പൂട്ടാനാ വിട്ട അത്രേ അപ്പനും അമ്മയ്ക്കും പറ്റത്തുള്ളൂ. പക്ഷെ നിന്നെ രാജ്യത്തിന്റെ പ്രവാചകനാക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തിക്കേ കഴിയത്തുള്ളൂ. അവിടെ അപ്പന്റെ അമ്മയുടെ കൂടുതലുള്ള പോകൊക്കെ നിർത്തിയിട്ട് ദൈവാത്മാവ് നടത്തുന്ന വഴി പോകാൻ തയ്യാറാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നിടത്ത് പോകുവാൻ തയ്യാറാകണം. വായിച്ചേ. അങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു ഏർക്കാളയെ പിടിച്ച് അവർക്ക് കാളയുടെ മരക്കോപ്പുകൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവനെ ശുശ്രൂഷകനായി തീർന്നു. മനസ്സിലാക്കണം, ചില ദൗത്യങ്ങളും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചിലതൊക്കെ തീർക്കുന്ന അവസാനത്തെ സ്റ്റേജിലേക്ക് ദൈവം എത്തിക്കുകയാണ്. എന്താണെന്നറിയാവോ? ദൈവം ചെയ്തത് ഓർത്ത് കർത്താവിനെ അനുഗമിക്കേണ്ട നാഴിക അടുത്ത് വരുന്നുണ്ട്. ഏലീശയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സമയമുണ്ട്. ഏലീശയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശമുണ്ട്. ഏലീശയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവിത ശൈലിയുണ്ട്. മാറ്റമില്ലാത്തൊരു ശുശ്രൂഷയുണ്ട്. തന്റെ അസ്ഥിയുടെ മീതെ ഒരു ശവം വന്ന് വീണാലും അതിനെ ജീവിപ്പിക്കേണ്ടതിന് അസ്ഥികളിൽ ഇറങ്ങുന്ന അഭിഷേകം കാത്തു സൂക്ഷിച്ച ഒരു ദൈവമാണിത്. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനൊന്നും സ്തോത്രം, ഹല്ലേലൂയ, ഒന്നിനും ലോകത്തിലുള്ള ഒന്നിനും ഏലീശയെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ശ്രേഷ്ഠകരമായ പദ്ധതികൾ മുമ്പിൽ ഇരിക്കുമ്പോൾ ലോകത്തിൽ വലിയവനാകാൻ പോകുന്നവനെല്ലാം താഴ്ച അനുഭവിക്കേണ്ടതായിട്ട് വരും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തപ്പെടത്തുള്ളൂ. നിന്നെ വിളിക്കുന്ന അവസ്ഥയില്ല, നീ ഏത് സ്ഥിതിയിൽ വിളിക്കപ്പെട്ടുവോ, നിന്റെ വിളിച്ചവൻ ആരെന്ന് ഓർത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുന്നവൻ താഴ്ച അനുഭവിക്കുന്നവനാണ്. അവനെയാണ് ദൈവം ഉയർത്തുവാനിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകന്നേരം ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭ കടന്നു പോകുന്ന അസാധാരണമായ പ്രതിസന്ധികളുടെ നടുവിലോ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ ഏലിയാവ് പറഞ്ഞ കർത്താവെ ആരും ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും ചിന്തിക്കാത്ത ഒരു വലിയ റെക്കോർഡാണ് അവിടെ പറഞ്ഞത്. 7000 പേരെ ഞാൻ എനിക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 7000 പേര് ആരാണെന്ന് അറിയുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും ഈ തലമുറയിലും കർത്താവ് നിങ്ങളെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനം സ്വർത്താൽ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും.